ആണ്ടവരുടെ നാമം മേമ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു നാളും കൂടെ തന്നിരിക്കെ ഈ തിങ്കൾ കാലത്തിൽ നമുക്ക് തിരുമേനിയുടെ ആണ്ടവരുടെ മുന്നിൽ വരുവാനും ആണ്ടവരെ നമിക്കുവാനും സ്തുതിപ്പാനും ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ എപ്പിസോഡ് 42 നമ്മൾ പാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ എപ്പിസോഡ് 42 നമ്മൾ 41 முடிச்சாச்சு, 42 വന്നാச்சு. இங்கே நம்ம என்ன பார்க்குது என்ன சொல்லியால் എഫെസ്യ ലേഖനം 5-ാം അധ്യായം 20 മോൾ കീഴോട്ട് നമുക്ക് വാസിച്ചിടാം. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 20 മുതൽ കീഴോട്ട് என்ன நம்ம இங்கே ஆண்டவர் நம்மளுடைய என்ன இங்கே பேசுது நமக்கு பார்க்கலாம். അല്ലെങ്കിൽ அப்போஸ்தலனாയ പൗൽ நம்ம ஆண்டவருடைய வசனம் என்னன்னு இங்கே சொல்லுது നമുക്ക് பார்க்கலாம். നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. നമുക്ക് ഇங்கே 2 കാര്യം ഇங்கே சொல்லிയിരിക്കുകയും നമുക്ക് ആരുടെ നാമത്തിൽ നമുക്ക് ആരെയാണ് നമുക്ക് സ്തോത്രം ചെയ്യേണ്ടതെന്ന് ഇங்கே சொல்லிയിരിക്കുകയും ആർക്ക് വേണം നമ്മൾ സ്തോത്രം പണ്ണേണ്ടത്. ഇവിടെ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, അതായത് ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ താൻ നമ്മൾ സ്തോത്രം പണ്ണണം. ഇங்கே പ്രത്യേകം ഇங்கே നമുക്ക് വളരെ ഇங்கே എഴുതിയ ആരുടെ നാമത്തിൽ നമ്മൾ സ്തോത്രം പണ്ണമെന്ന് ചൊല്ലിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, വേറെ ആരുടെ നാമത്തിലല്ല സ്തോത്രം പണ്ണാൻ ചൊല്ലിയിരിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും രണ്ടാമത് പിന്നെ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും ദൈവമായ രണ്ടാമത്തെ ദൈവവും പിതാവുമായവൻ, അതായത് പിതാവും പുത്രനെയും താൻ സ്തോത്രം പണ്ണണം. അത് ആദ്യം നമ്മൾ ചൊല്ലേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിനും അതുമൂലം പിതാവായ ദൈവത്തിന് നമ്മൾ സ്തോത്രം പണ്ണണം. നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ വാസിക്കും, നമ്മൾ പുത്രൻ്റെ നാമത്തിൽ എന്ത് കേട്ടാലും ആണ്ടവർ നമുക്ക് നൽകിയിടും. നമുക്ക് എന്ത് നമ്മൾ പേശിയാലും എന്ത് കേട്ടാലും അവൻ നമുക്ക് തന്നിടും എന്ന ആണ്ടവരുടെ വചനം നമുക്ക് ചൊല്ലി. അതുകൊണ്ട് ഇங்கே ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസ് என்ன சொல்லுது, அது ஆண்டவராയ യേശുക്രിസ്തു சொல்லியாச்சு. இங்கே അപ്പോസ്തലനായ പൗലോസ് என்ன சொல்லுது, നീ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ സ്തോത്രം പണ്ണണം. ആർക്ക് സ്തോത്രം പണ്ണണം? ആണ്ടവരായ പിതാവായ ദൈവത്തിന്, ആ പിതാവായ തകപ്പനായ പിതാവിന് താൻ നമ്മൾ സ്തോത്രം പണ്ണണം. എപ്പോഴൊക്കെ സ്തോത്രം പണ്ണണം? എല്ലായ്പ്പോഴും. നമുക്ക് കിടക്കുമ്പോൾ നമ്മൾ സ്തോത്രം പണ്ണുമ്പോഴല്ല നമ്മളെല്ലാം ഓക്കെ എന്തിൽ ഓ താങ്ക് യു അത് ഒരു ചിന്ന വാക്ക് തന്നെ. എന്നാൽ ആണ്ടവർ എന്നാ എങ്കിൽ சொல்லுது, നീ എല്ലായ്പ്പോഴും, കാരണം നീ ശ്വാസം എടുക്കുന്നത് തന്നെ ആണ്ടവരുടെ കൃപ കൊണ്ട് താൻ. നീ എപ്പോഴും சொல்லണോ വേണ്ടായോ? അല്ലെങ്കിൽ നിനക്ക് ആരോഗ്യം ആണ്ടവർ തന്നിരിക്കുന്നത് ആണ്ടവരുടെ കൃപയാൽ താൻ. അത് നിനക്ക് സ്തോത്രം പണ്ണോ ഇല്ലയോ? നീ നടക്കുന്നത് ആണ്ടവരുടെ കൃപയാൽ താൻ. അതുകൊണ്ട് നീ സ്തോത്രം പണ്ണോ വേണ്ടായോ? അല്ലെങ്കിൽ നീ വിചാരിച്ചിട്ട് നീ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് വീണ നിൻ്റെ കാലൊടിഞ്ഞാച്ചേ, അല്ലെങ്കിൽ നിനക്ക് ഒരു സ്ട്രോക്ക് വന്നാച്ചേ, ആണ്ടവർ നിന്നെ നിൻ്റെ ശരീരമേ പേരല സഹിച്ചേ, അന്നേരം നീ എന്നാ പണിടും? ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ ദിവസത്തിനും നമ്മൾ എന്നാ പണ്ണണം? സ്തോത്രം പണ്ണണം. നമ്മൾ ആ സ്തോത്രം പണ്ണത് അത് മസ്റ്റ് താൻ. അത് കണ്ടിപ്പായി നമ്മൾ പണ്ണേണ്ട കാര്യം താൻ. അത് എപ്പോഴൊക്കെയാണ്? എല്ലായ്പ്പോഴും. നമ്മൾ ഒരു സമയം മാത്രമല്ല, എല്ലായ്പ്പോഴും ആണ്ടവർക്ക് സ്തോത്രം പണ്ണണം. ആ സ്തോത്രം ചെയ്തുകൊള്ളുവീൻ, അത് അപ്പടിയേ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നിങ്ങനെ ചൊല്ലും. അപ്പോൾ 21-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ചൊല്ലുക, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ കീഴ്പ്പെട്ടിരിക്കണം. ക്രിസ്തുവിനെ എന്തുകൊണ്ട് നമ്മൾ ഭയപ്പെടണം? ഇപ്പം നമ്മൾ ക്രിസ്തു, ആണ്ടവരായ യേശു ക്രിസ്തു താൻ നമ്മുടെ പാവങ്ങളെല്ലാം ക്ഷമിച്ചാച്ചേ, അല്ലെങ്കിൽ അവൻ തന്നെ നമ്മളെ നേസിച്ച ആ ആണ്ടവരോട് നമുക്ക് എന്തിന് ഭയം? അല്ലെങ്കിൽ നമ്മുടെ അതായത് നമ്മൾ ഇങ്ങനെ ഭയം എന്ന് ചൊല്ലിയ ബഹുമാനം, അതായത് ആണ്ടവർക്ക് കൊടുക്കേണ്ട നമ്മൾ കൃപ, ആണ്ടവർക്ക് കൊടുക്കേണ്ട നന്ദി ആണ്ടവർക്ക് കൊടുത്തിടണം. അതായത് അത് ഭയത്തിൽ നിന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ സ്നേഹത്തെയാണ് എങ്കിൽ ചൊല്ലുന്നത്. അല്ലാതെ നമ്മൾ ആണ്ടവരെന്ന് പറഞ്ഞ് നമ്മൾ ഭയന്ന് ഓടുകയല്ല വേണ്ടത്. ഇங்கே ആണ്ടവർ എന്നാ ചൊല്ലുന്നത്, നീ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം. അപ്പടി നമ്മൾ ആണ്ടവർക്ക് കൊടുക്കുന്ന ബഹുമാനം നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ പണ്ണും? നമ്മൾ അന്യോന്യം
നമ്മൾ കീഴ്പ്പെട്ടിരിക്കും. അതായത് നമ്മൾ ആണ്ടവർ നമ്മളോട് എന്നെ ആണ്ടവരായ യേശു ക്രിസ്തു നമ്മളോട് കാണിച്ച് നീ മറ്റുള്ളവർ കീഴ്പ്പെടി. ആണ്ടവർ എപ്പടി നമ്മൾ സുവിശേഷത്തിൽ വാസിക്കും. നമ്മൾ എപ്പോഴാണ് വായിക്കുന്നത്? ആണ്ടവർ തൻ്റെ സീസറിൻ്റെ കാലുകളെ കളിയാച്ച്. ആണ്ടവരായ യേശു ക്രിസ്തു അതായത് ഈ സർവ്വസൃഷ്ടിയുടെയും കർത്താവ് അല്ലെങ്കിൽ സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും ആണ്ടവർ അവൻ സീസറുടെ കാലുകളെ കളിയാച്ച് എന്ന് പറഞ്ഞാൽ അവൻ സീസർക്കും കീഴ്പ്പെട്ടിരുന്നാച്ചേ. എന്നാൽ ആണ്ടവർ സീസർക്ക് കീഴ്പ്പെടും. അവൻ്റെ സീസറുകൾ താൻ അവർക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം കീഴ്പ്പെട്ടിരിക്കണം? നമ്മൾ അന്യോന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ സഹവിശ്വാസികളോട് നമ്മൾ എന്നായിരിക്കണം? കീഴ്പ്പെട്ടിരിക്കണം. അവർക്ക് നമുക്ക് ബഹുമാനം കൊടുത്തിരിക്കണം. അവരെ നമ്മൾ കരുതണം. അവർക്ക് തേവപ്പെടുന്നത് നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലാതെ അവരോട് നമ്മൾ ക്രോധം കാണിക്കുക അല്ല നമ്മൾ കോപം കാണിക്കുക അല്ല. നമ്മൾ എന്നാ പറയണം? അവരെ സ്നേഹത്തിൽ അവരെ അടുപ്പിച്ച് കൊള്ളണം. എങ്കിൽ ഇതാണ് சொல்லுது അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അതായത് നമ്മൾ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിന്ന് சொல்லுது. നമ്മൾ അന്യോന്യം നമ്മൾ നേസിക്കണം. നമ്മൾ നേസിക്കുമ്പോൾ എന്നപ്പെട്ടിരിക്കും? നമ്മൾ കീഴ്പ്പെട്ടിരിക്കും. കീഴ്പ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ അവർക്ക് ബഹുമാനം കൊടുക്കും. ഇങ്ങനെ ആണ്ടവർ നിങ്ങൾ പിതാവായ നമ്മൾ വാസിച്ചു ആണ്ടവരായ യേശു ക്രിസ്തുവിന് നമ്മൾ കീഴ്പ്പെട്ടിരിക്കണമെന്ന് നമ്മൾ ചൊല്ലിച്ച 20-ാം വാക്യത്തിൽ നമ്മൾ അവന് നമുക്ക് നന്ദി കൊടുക്കണമെന്ന് ചൊല്ലിയത്. ആണ്ടവരായ യേശു ക്രിസ്തുവിന് കൊടുക്കുന്ന നന്ദിയാൽ നമുക്ക് ആർക്ക് നന്ദി കൊടുക്കുക? ആർക്ക് നമ്മൾ സ്തോത്രം പണിയിടുക? ആണ്ടവരായ തകപ്പനരായ ആണ്ടവർക്ക് നമ്മൾ സ്തോത്രം ചെയ്യുക. ഇനിയും നമ്മൾ വാസിക്കുന്നത് 22-ാം വാക്യം മുതൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ തന്നിടുവാണ്. എന്താണ് എക്സാമ്പിൾ? ഇങ്ങനെ சொல்லுது ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഇങ്ങനെ சொல்லுது ഭാര്യമാരെ നമ്മൾ വിചാരിക്കണം ഒരു ഭാര്യയും ഭർത്താവും എന്ന് ചൊല്ലിയാൽ എന്നത് താൻ രണ്ടുപേരും സെയിം പ്രായം താൻ, സെയിം വയസ്സ് താൻ. അവർ രണ്ടുപേരും എന്നെ ആ ഭാര്യയ്ക്ക്, അതായത് ആ ഭാര്യ ഭർത്താവിൻ്റെ ശരീരമാകുന്നു. ആ ശരീരം എന്നാ പണണം? തലയെ ബഹുമാനിക്കണം. അതായത് തല എന്നാ പേശത് അത് ശരീരം പണണം. அதுதான் இங்கே ஆண்டவர். அதுகொண்டு தான் ஆண்டவரை இங்கே அப்போஸ்தலனாയ പൗലോസ് അതായത് നീ ശരീരമായിരിക്കുമ്പോൾ നീ എന്നാ പണണം? തല ചൊല്ലുന്നത് നീ അത് കീഴ്പ്പെട്ട അവൻ ആ തല ചൊല്ലുന്ന മാതിരി എല്ലാം ചെയ്യണം. അതേപോലെ തന്നെ എങ്കിൽ ഭാര്യമാരെ കർത്താവിൽ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാരെ കീഴടങ്ങി. അതേപോലെ അതായത് നീ എപ്പോഴും ആണ്ടവർക്ക് നീ കീഴ്പ്പെട്ടിരിക്കുന്നോ അല്ലെ ആണ്ടവരെ നീ ഇത് ചെയ്യുന്നോ അതേപോലെ തന്നെ നമ്മൾക്ക് എന്നാ പറയണം? നമ്മുടെ ഭർത്താക്കന്മാരെ എന്നാ പറയണം? കീഴ്പ്പെട്ടിരിക്കണം. അത് നമുക്ക് ഇത് ഭാര്യമാർക്ക് വേണ്ടി മറ്റുമല്ല, നമ്മളോടും ചൊല്ലിക്കുക. നമ്മൾ ആണ്ടവരുടെ ആരാണ്? നമ്മൾ ആണ്ടവരുടെ ശരീരമാണ്. നമ്മൾ ആണ്ടവരുടെ ശരീരം. ഇപ്പം നമ്മുടെ തല ആരാണ്? ആണ്ടവരാണ്. ആണ്ടവരായ യേശു ക്രിസ്തു തന്നെ നമ്മുടെ തല. അതായത് നമ്മളോട് നമുക്ക് എക്സാമ്പിൾ ചൊല്ലിയിരിക്കും. ഭാര്യമാരോട് ചൊല്ലുന്ന അതേ കാര്യം നമ്മളോട് ചൊല്ലുവാണ്. നമ്മൾ എന്നാ ചൊല്ലണം? നിങ്ങൾ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ കീഴ്പ്പെട്ടിരിക്കണം. ഭാര്യമാരോട് ചൊല്ലി അത് നമ്മൾ എക്സാമ്പിൾ ആണെങ്കിലും നമ്മൾ ആൾക്കാർ അത് വേറെ മീനിങ് പണിടും. എങ്കിൽ നമ്മൾ കീഴ്പ്പെടണം. എന്തുകൊണ്ട് കീഴ്പ്പെടണം? അവൻ തലയായിരിക്കുമ്പോൾ അവൻ താൻ നിൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്തുന്നത്. അതേപോലെ നമ്മൾ ശരീരമായിരിക്കുമ്പോൾ ആണ്ടോർ താൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടത്തിയിടുന്നത്. അന്നേരം നമ്മൾ എന്നാ പറയണം? അത് കീഴ്പ്പെട്ടിരിക്കണം. നമ്മൾ ശരീരമാകുമ്പോൾ തലയില്ലാതെ ശരീരം ഇരിക്കുമോ? അല്ലെ ശരീരമില്ലാതെ തലയിരിക്കുമോ? നമ്മൾ തലയിൽ നിന്നും ശരീരത്തിൽ നിന്നും നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബന്ധം கிடைக்கும். നമുക്ക് ഒരു മനിതൻ എന്ന് ചൊല്ലിയാൽ എന്നത് തലയും ശരീരവും ദൈവപ്പെടും. അന്നേരം തല ആര് താൻ? ആണ്ടവരായ യേശു ക്രിസ്തു താൻ. ആ തലയെ നമ്മൾ എന്നാ പറയണം? കീഴ്പ്പെടണം. അവൻ ആ തല ചൊല്ലുന്നു. ആ തലയ്ക്ക് നമുക്ക് ജ്ഞാനമിരിക്കെ അവൻ ജ്ഞാനത്തിന് ഒത്തവണ്ണം നമ്മളുടെ ശരീരത്തിൽ പേശിയിടും. നീ ഇന്ന പണ്ണ. അത് നമ്മളൊരു കാര്യങ്ങൾ ചെയ്യും. ഇപ്പം നീ എന്നെ ഞാൻ എപ്പോഴും മൂക്കിൽ ഇപ്പടി തുള്ളുക. അത് ആരെന്നോട് ചൊല്ലുക? തല താൻ ചൊല്ലുക.
നമ്മൾ നമ്മൾ சொல்லுന്നത് നമ്മൾ கீழ்ப்பட்டு നമ്മൾ என்ன பண்ணணும், നമുക്ക് ஆண்டவரை கீழ்ப்பட்டிருக்கணும் എന്ന് ഇങ്ങനെ சொல்லிയിരിക്കും. അന്നേരം നമ്മൾ ഇങ്ങനെ ഒരു സത്യം നമ്മൾ വാസിക്കുന്നത് ഫസ്റ്റ് നമുക്ക് എന്നായിരിക്കണം, ആണ്ടവരായ യേശു ക്രിസ്തുവിനെ നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. അപ്പം ആണ്ടവരായ യേശു ക്രിസ്തുവിനെ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ തകപ്പനായ ആണ്ടവർക്കും നമ്മൾ കീഴ്പ്പെട്ടിരിക്കും. അതായത് നമ്മൾ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ നമ്മൾ നന്ദി ചൊല്ലിടുമ്പോൾ, നന്ദി ചൊല്ലുമ്പോൾ നമ്മൾ ആർക്കും നന്ദി ചൊല്ലിടും? തകപ്പനായ ആണ്ടവർക്കും നമ്മൾ നന്ദി ചൊല്ലിടും. അതേപോലെ നമ്മൾ അത് മാത്രമല്ല, നമ്മുടെ കൂട്ടുവിശ്വാസികൾ, അതായത് നമ്മുടെ സ്വന്തം സഹോദരന്മാർ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് നമ്മൾ എന്നായിരിക്കണം, നമ്മൾ കീഴ്പ്പെട്ട് നമ്മൾ അവരോട് നേസം കാണിക്കണം. അത് തന്നെ അതിലും കുറച്ചും കൂടെ പുടിയുന്ന രീതിയിൽ ആണ്ടവർ എങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം ഇങ്ങനെ ചൊല്ലിയിരിക്കും. ഭാര്യമാരെ അന്നേരം ആവശ്യം ഇത് എഴുതിയിരിക്കുന്ന ഭാര്യമാർക്ക് വേണ്ടിത്താനത്തില്ലേ? അല്ലല്ല, അത് തപ്പ് തന്നെ. ഭാര്യമാർക്ക് അതായത് ഭാര്യമാരെ ഭർത്താക്കന്മാരെ എപ്പോഴും കീഴ്പ്പെട്ടിരിക്കുമോ അതേപോലെ നമ്മൾ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ കീഴ്പ്പെട്ടിരിക്കണം. ആണ്ടവരായ യേശു ക്രിസ്തുവിനെ നമ്മൾ കീഴ്പ്പെട്ടിരിക്കുന്നില്ലെങ്കിൽ അവൻ നമ്മുടെ തലയാണെങ്കിൽ അവൻ പേശുന്നമാതിരി നമ്മൾ കേൾക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആണ്ടവർ നമുക്ക് ഇല്ല. അവൻ തല നമുക്കില്ലായിരുന്നെങ്കിൽ ഈ ശരീരത്തിന് യാതൊരു വിലയും കിടക്കാതെ അത് ചത്ത ശരീരം താൻ, അതിന് യാതൊരു കളിമയില്ല. അതേപോലെ തന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാരോട് ഇങ്ങനെ ചൊല്ലിക്കും, നിൻ്റെ ഭർത്താവ് എന്നെ ചൊല്ലിയാൽ അവനോട് നീ കീഴ്പ്പെട്ടിരിക്കണം, നീ അവനെ നേസിക്കണം എന്നൊക്കെ ചൊല്ലി. ഞാൻ ഇങ്ങനെ വചനം നിർത്തുകയാണ്. ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന ഈ വചനത്തിനായി സ്തോത്രം നമുക്ക് സ്തോത്രപ്പെടണം. നമുക്ക് ഇങ്ങനെ പാക്കുന്നത് നമുക്ക് ആണ്ടോർ നൽകിയിരിക്കുന്ന റിലേഷൻഷിപ്പ്, അതായത് നമ്മുടെ തലയും ശരീരവും എന്നുള്ള ബന്ധത്തെ പറ്റിയാണ് ഇങ്ങനെ ചൊല്ലിയിരിക്കുന്നത്. അതായത് നാളെ ഞാൻ പേശുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ ചൊല്ലിടാം. അതായത് തലയും ശരീരവുമായിട്ടൊരു ബന്ധമിരിക്കും. ആ ബന്ധം എങ്ങനെയാണ്? ശരീരം തലയ്ക്ക് കീഴ്പ്പെട്ടിരിക്കണം, അതിനെ ബഹുമാനിക്കണം. നമ്മൾ അപ്പടി ബഹുമാനിക്കുമ്പോൾ എന്നാ പറ്റും, നമ്മുടെ ശരീരം ഒരുമിച്ച് നമുക്ക് എന്നാ പറ്റും, നമുക്ക് ഒരുമിച്ച് വർക്ക് പണ്ണാൻ പറ്റും. നമുക്ക് വർക്ക് பண்ணணுന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിന് പകരം തല ചൊല്ലുക, നീ ഇങ്ങനെ ചൊറിയെന്ന് ചൊല്ലുമ്പോൾ കൈ പോയി അങ്ങ് വേറെ വല്ലവരും പോയി ചൊറിഞ്ഞാൽ എപ്പടി ഇരിക്കും? അത് ശരിയാ തപ്പാ? അത് കണ്ടിപ്പായി തപ്പ് താൻ. കാരണം നമുക്ക് ആണ്ടവർ എന്നാ ചൊല്ലി, അതായത് തല എന്നാ ചൊല്ലി അതുதான் നമ്മൾ പറയണം. നമുക്ക് ഇങ്ങനെ താൻ ചൊല്ലണം. അതേപോലെ താൻ ആണ്ടവർ നമ്മൾ അന്യോന്യം ബഹുമാനിക്കണം. നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. നമുക്ക് ആണ്ടവരെ നമ്മൾ കീഴ്പ്പെട്ട് നമുക്ക് അവനെ ബഹുമാനിക്കാം. അവൻ്റെ നാമം നമുക്ക് മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ എൻ്റെ നമ്പർ 9791843308, അതായത് 9719143308 അല്ലെങ്കിൽ 08. அதுதான் என் நம்பரை. எப்போ வேணுங்கள் நீங்கள் என்னை பேசிடாம் கூப்பிடாம். தெய்வம் மகத்துவமாகட்ടെ. ஆமீன்.